ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് മോഡിക്കെയറിൻ്റെ ആംല ജ്യൂസ് എന്ന പ്രോഡക്റ്റാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആംല ജ്യൂസിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്, അത് കുടിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. 320 രൂപയാണ് മോഡിക്കെയർ ആംല ജ്യൂസിൻ്റെ വില. നിങ്ങളൊരു മോഡിക്കെയർ കൺസൾട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 299 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കും. ആംല ജ്യൂസിൽ നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന പല വൈറ്റമിൻസും മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി നമ്മുടെ ബോഡിക്ക് താനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അത് ഫുഡിലൂടെ മാത്രമേ ശരീരത്തിനകത്തേക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇന്ത്യൻ ഗൂസ്ബെറി അല്ലെങ്കിൽ ആംലയുടെ പ്ലാന്റിന്റെ ഫ്രൂട്ട്സ്, ഇലകള്, സീഡ്സ് ഇവയെല്ലാം ഒരു ട്രഡീഷണൽ ഇന്ത്യൻ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്നു. അത്രത്തോളം ഗുണങ്ങളുണ്ട് ഈ ഒരു ചെടിക്ക്. നമുക്ക് ആംല ജ്യൂസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ ആംല ജ്യൂസിൽ വൈറ്റമിൻ സി വളരെയധികം അടങ്ങിയിട്ടുണ്ട്. ഇത് ജലദോഷം, ചുമ, പനി എന്നിവ ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നിങ്ങൾക്കിപ്പോ ഈ പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആംല ജ്യൂസ് കുടിച്ചാൽ വേഗത്തിൽ റിക്കവർ ആകാനായിട്ട് സാധിക്കും. കൂടാതെ മൗത്ത് അൾസർ മാറിക്കിട്ടുവാനായിട്ടും ആംല ജ്യൂസ് സഹായിക്കുന്നു. ഇതിന്റെ രണ്ടാമത്തെ ബെനിഫിറ്റ്, ആംല ജ്യൂസിന് ആന്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉണ്ട്. ആംല ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നിങ്ങളുടെ സെല്ലുകൾ ഡാമേജ് ആകുന്നത് തടയാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിന്റെ നാച്ചുറൽ ഏജിങ് പ്രോസസ്സ് സ്ലോ ആക്കാനായിട്ട് സഹായിക്കുന്നു. ദിവസവും ആംല ജ്യൂസ് ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് ഹെൽത്തിയും ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിൻ പ്രദാനം ചെയ്യുന്നു. മൂന്നാമത്തെ ബെനിഫിറ്റ്, ആംല ജ്യൂസ് കൊളസ്ട്രോൾ ലെവല് കുറക്കാനായിട്ട് സഹായിക്കുന്നു. ആംല ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസും അമിനോ ആസിഡ്സും നിങ്ങളുടെ ഹാർട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ ആംല ജ്യൂസ് ഡയബറ്റീസ് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഡയബറ്റീസിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ആംല ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ടും അങ്ങനെ ഡയബറ്റീസിനുള്ള സാധ്യത കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നു. അഞ്ചാമത്തെ ബെനിഫിറ്റ് ആണ്, ഇറ്റ് ഇംപ്രൂവ്സ് ഐസൈറ്റ്. ആംല ജ്യൂസ് കുടിക്കുന്നത് വഴി നിങ്ങളുടെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നു. ആംല ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ക്യാരോട്ടീൻ നിങ്ങളുടെ വിഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ ആംല ജ്യൂസ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചുമക്കുന്നത്, കണ്ണിലെ ഇച്ചിങ്, പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റുവാനായിട്ട് സഹായിക്കുന്നു. ആറാമത്തെ ബെനിഫിറ്റ് ആണ്, ഇത് നമുക്ക് രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നു. ആംല ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നല്ലൊരു ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ്. അതായത് വൈറ്റമിൻ സി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആംല നമ്മുടെ ശരീരത്തിലെ ഡിഫൻസ് മെക്കാനിസം ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽസിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ അലർജീസിനെയും ഇൻഫെക്ഷനെയും ഫൈറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിക് എല്ലാം പുറന്തള്ളുവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ആംല ജ്യൂസിന്റെ അടുത്തൊരു ബെനിഫിറ്റ് ആണ്, ഇത് നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വളരെ നല്ലതാണ്. നിങ്ങൾ ആംല ജ്യൂസ് ഡെയിലി കൺസ്യൂം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരുവാനായിട്ട് അത് സഹായിക്കുന്നു. കൂടാതെ നിങ്ങളുടെ മുടി വേഗത്തിൽ നരയ്ക്കുന്നത്, താരൻ, മുടി കൊഴിച്ചിൽ ഇവയെല്ലാം ഒഴിവാക്കാനായിട്ട് ആംല ജ്യൂസ് സഹായിക്കുന്നു. ആംല ജ്യൂസ് യൂസ് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. അങ്ങനെ മുടി തഴച്ചു വളരുവാനായിട്ട് സഹായിക്കുന്നു. ഇവയെല്ലാമാണ് ആംല ജ്യൂസ് ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ. ഇനി ആംല ജ്യൂസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 20 ml ആംല ജ്യൂസ് എടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കാലിവയറിൽ ഇത് കൺസ്യൂം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.